എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നനെ മുതലാളി. എന്തിനു വേണം മുതലാളി കുടിപ്പാൻ? എന്തൊരു തരും. ചായ വാങ്ങിച്ചു തരട്ടെ? ചായ. കരുക്ക് വേണോ? ആർക്ക് വേണം കരുക്ക്? പിന്നെ എന്തിനു വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ഞാനിങ്ങനെ അറിയണത്? എനിക്ക് യോലിച്ച് അറിയാമോ? എടാ കൊച്ചുരാമ, നീ എവിടെ പോണത്? അധികാരിയമ്മന്റെ വീട്ടിൽ. നീ പോയി ൊന്നുമില്ല കേട്ടാ, പതുക്കെ വന്നാ മതി. ആരെയെല്ലാം വഹിച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ. തന്നിന്നുള്ളൊക്കെ അങ്ങ് ചത്തുപോയി. ചെല്ലമ്മയ്ക്ക് ഒരു ആട്ടുംകുട്ടീനെ വേണം. പാടി മോളെ, നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന്? വിലക്കാ? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാനാ? അയ്യോ, അത് ഒക്കില്ല. വില വാങ്ങിച്ചേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ? അയ്യോ, അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല. 2-3 തവണയായിട്ട് തന്നേക്കാം. അല്ല, വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ? ചെല്ലമ്മ, തീപ്പെട്ടി അധികം ഉണ്ടെങ്കിൽ ഓഹോ, ശബ്ദിക്കരുത്. ഇവിടെ ഇപ്പൊ വരാം. മുതലാളി, ടീ. ആർക്ക് വേണം എന്റെ ടീ? അക്കാ, ചായ. മുതലാളി, ചായ. നീ എന്നെ കുടിച്ചോ? ഇന്നടാ ചായ. ചേട്ടാ കുടിക്കാൻ. എന്താടാ കൊച്ചുരാമ, തുലക്കം കുടിച്ചതിന്റെ ബാക്കി ആയത് കൊണ്ടാണാ കുടിക്കാത്തത്? മേസ്ത്രി വരാറായി, ഒന്നും പറയണ്ട. താൻ ചുമ്മാ വിരോധമുള്ളവരെ പറ്റി ന്യൂസ് അടിച്ചിറക്കേ. ഇല്ല ചാണ്ടി, എന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ കണ്ടു. വാസുണ്ണ കള്ളസാക്ഷി പറയല്. വാസുണ്ണ കണ്ടോ? പിന്നല്ലാതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്ന് വെച്ചാൽ എന്റെ ഭാര്യ അമ്മു കണ്ടു. എന്നാ പിന്നെ ശരി. ചെല്ലമ്മയാരാ പുള്ളി? നാട്ടുകാർക്ക് ഗുണമൊന്നുമില്ലേ? ഭയങ്കര ചീറ്റല. ഏതായാലും മേസ്ത്രി വരട്ടെ. അങ്ങേർക്കാണല്ലോ ചെല്ലമ്മയെ പറ്റി പറയുമ്പോ സഹിച്ചുകൂടാത്ത. അതാ ഞാനും പറയുന്നത്. എന്ത് ചെല്ലമാന്ന് ചന്തയിലങ്ങ് പോയില്ലേ? പോയി, നേരത്തെ പോന്നു. അതാ നല്ലത്. ഏയ്, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന്? ഇല്ലല്ലോ. ഇച്ചിരി ഉമിക്കരി തരുവോ? ഇവിടെ ഉമിക്കരി ഇല്ല. അതെന്താ? ചെല്ലമ്മ പല്ല് തേക്കത്തില്ലയോ? എന്തിനു വേണം അറിഞ്ഞിട്ട്? അല്ല, നല്ല ഒന്നാന്തരം മുല്ലമുട്ട് പോലിരിക്കുന്ന പല്ലുകൾ. വിഷമിക്കണ്ട, പോയി.
ചെല്ലമ്മേനെ അറിയോ? എനിക്കാരും അറിഞ്ഞൂടാ, അറിയുകയും വേണ്ട. എന്നാൽ ഞാൻ പോയേക്കാം. ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ല, സമ്മതിച്ചു. ഇച്ചിരി ഉമിക്കരി തന്നാൽ. ഉമിക്കരി ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ ഉമിക്കരി ആ എഞ്ചിൻ ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് കൊണ്ടുകൊടു. ഏതരപ്പാറിയാണത്? ഞാനാ ചെല്ലമ്മ. ചെല്ലമ്മ അല്ല, ഇതാര്? കൊച്ചങ്ങത്തിയോ? എന്തിനാ കൊച്ചങ്ങത്തെ ചുമ്മാതെ എറിഞ്ഞു വാട്ടി കളയണത്? ഇങ്ങോട്ട് കയറി വരണം. ഞാൻ വരട്ടെ? വരണന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഇരിക്കി. പിന്നെ എന്തിനു കൊച്ചങ്ങത്തെ വിശേഷിച്ച്? ചെല്ലമ്മ, ആ, ചെല്ലമ്മ എന്നെ ഒന്ന് സഹായിക്കണം. ഓഹോ, എനിക്ക് ചെല്ലമ്മ എന്ത് ഇഷ്ടമാണെന്ന് എന്നെ ചെല്ലമ്മയ്ക്ക്. ചെല്ലമ്മ, ആ കൈയൊന്നും ഇങ്ങോട്ട് നീട്ടി ചെല്ലമ്മ. ഞാൻ അതിൽ പിടിച്ചൊന്ന് കര കയറട്ടെ. ആഹാ, അത്രയേ ഉള്ള. ഇതാ കൈ കരക്കരിക്കുള്ളൂ. അതുപോലെ ചെല്ലമ്മ. പിന്നെ എന്തിനു വേണം കൊച്ചങ്ങത്തേക്ക്? ഉള്ള കാര്യങ്ങൾ വിട്ട് പറയേ. ചെല്ലമ്മ, എനിക്ക് അച്ചിയാക്കണ? അതൊക്കെ പഴഞ്ഞതല്ല ചെല്ലമ്മ. പിന്നെ ഗാന്ധർവം. അയ്യോ, അതെന്തൊരു കുന്തം! കളിയാക്കാതെ ചെല്ലമ്മ, ചെല്ലമ്മയ്ക്ക് അറിയാം. ഓ, അത് പക്ഷേ അച്ഛന്റെ കൂടെ പറഞ്ഞ ഈ കാര്യം? അയ്യോ, അച്ഛനറിയണ്ട. ചതിക്കില്ല ചെല്ലമ്മ. കൊച്ചങ്ങത്തേക്ക് ഭാഗ്യമുണ്ട്. അച്ഛനതാ വരണല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങത്തെ. അയ്യോ ചെല്ലമ്മ. ഓ, അങ്ങത്തെ. ആ, ഇങ്ങോട്ട് വരണം. ഓ, ഒന്ന് കേറി വെച്ച് പോണം. വരണന്നേ. പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ? അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞ്? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? കാൽ നാഴികയ്ക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചാന്തേ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7 എണ്ണത്തിന് ചിലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാ മതി. നീ അകത്തോട്ട് വാ. അയ്യോ, ഈ പട്ടാപ്പകല്ലോ. നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് പാടില്ലമ്മ. പിടികിട്ടി. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കാം. ഇന്ന് പിടിക്കും. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.
കണ്ടില്ലല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്നെ വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലമാടന്മാര്. അത്രയ്ക്കായോ? എന്റെ പശുവിന്റെ കയർ നീ അറുത്തു വിടും. ആ വാഴ ആരാ അങ്ങോട്ട് ആ വാഴ അങ്ങോട്ട് വെട്ടിക്കണം. ചട്ടിക്കലൊക്കെ ഇട്ട് പുറത്ത് വേറെ പോയിട്ട് കൊടുത്തിരിക്കണം. എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിടണം അവളെ. പിടിച്ചു കെട്ടി ആർക്കുളത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിടണം. അടിച്ചു ഓടിക്കേ. കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാന് എന്നാ പിടിച്ചില്ലേ? വാ പിടിച്ചു. താൻ തന്റെ പാട്ടിന് പോടും. തന്റെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാൻ. എടോ മൂപ്പിന്നേ കൈമണി, ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്റെ അടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അകത്തെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസ് കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കെട്ടിയാല് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയിട്ട ഞാനിക്കൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ് പറഞ്ഞത്. എന്തോന്നാടാ നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അർപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ.